ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വി കെ എക്സ്പ്ലോർ ഇൻഫിനിറ്റി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ സാംസങ് ഗാലക്സി Z Fold 6 നമ്മുടെ ജൂലൈയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു ഫോണാണ്. ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫോണാണ്. ഫോൾഡ് സീരീസിൽ നമ്മൾ സ്വതവേ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഫോൾഡ് സീരീസിൽ പഴയ ഇറങ്ങിയ സാംസങ്ങിൻ്റെ ഫോൾഡ് സീരീസിൽ തന്നെ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നതുമാണ്. പക്ഷേ ഇന്നിറങ്ങുന്ന ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോൾഡ് സീരീസ് ഫോണുകൾ ഒരു വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് താനും, കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ. സോ അതുപോലെ തന്നെ നല്ലൊരു മികവുറ്റ ഫോൺ തന്നെയാണ് ഫോൾഡ് 6 എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. സോ സമാനതകളില്ലാത്ത കാര്യത്തും ഉടനീളം ഉറപ്പം കരുത്താക്കുന്ന ടൈറ്റാനിയം ഫ്രെയിമുമായിട്ടാണ് സാംസങ് ഗാലക്സി Z Fold 6 നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ സാംസങ് Z Foldനെ കുറിച്ച് ആർക്കും ഒരു സംശയവും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പോലും കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് 12GB LPDDR5Xൻ്റെ RAM സപ്പോർട്ട് നമ്മുടെ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256GB മുതൽ 1TB വരെയുള്ള ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഓപ്ഷനിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാം മിന്നൽ വേഗതയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് UFS 4.0യുടെ സപ്പോർട്ടും ഈ ഒരു ഫോണിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഒരുവിധം എല്ലാ ബ്രാൻഡും ചൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അധികം പറയേണ്ടതില്ല. 120 ഹെർട്സിൻ്റെ 6.2 ഇഞ്ചിൻ്റെ സൂപ്പർ ആമലോഡി കവർ ഡിസ്പ്ലേ ആണ് നമ്മുടെ സാംസങ് ഫോൾഡ് 6ൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് QHDA+ റെസൊല്യൂഷനോട് കൂടിയ അതിശക്തമായ 7.6 ഇഞ്ച് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതും സെയിം 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റോട് കൂടി തന്നെയാണ് ആ ഒരു ഡിസ്പ്ലേയും അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെച്ചപ്പെടുത്തിയ അൾട്രാ നോർത്ത ഗ്ലാസും UTG അതും നമ്മുടെ ഈ ഒരു ഫോണിന് സപ്പോർട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഗോറില്ല ഗ്ലാസുമായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അത് നമ്മുടെ എല്ലാ മൊബൈലിനും ഇപ്പോൾ കണ്ടുവരുന്ന എല്ലാ മൊബൈൽസിനും ഡിസ്പ്ലേ ഗോറില്ല ഗ്ലാസുമായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോണിനും പ്രൊട്ടക്ഷൻ വൈസ് ഡിസ്പ്ലേ ഗോറില്ല ഗ്ലാസ് തന്നെയാണ്. അതുപോലെ തന്നെ കൂടാതെ നിങ്ങൾ ഈ ഒരു ഫോൾഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തവണ തുറക്കേണ്ടി വരും, അടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന് മെച്ചപ്പെട്ട ഹിഞ്ച് മെക്കാനിസം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും തുറക്കാം, ക്ലോസും ചെയ്യാം. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് ഈ ഒരു മൊബൈലിന് കൊടുത്തിട്ടുള്ളത് തന്നെ. അതുപോലെ തന്നെ ബെസൽലെസ് ഡിസ്പ്ലേ ഡിസൈനാണ് ഈ ഒരു മൊബൈലിൽ നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ ക്യാമറ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50MP വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 12MBയുടെ അൾട്രാ വൈഡ് ലെൻസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ 10MB ടെലിഫോട്ടോ ലെൻസും ഇത്രയും കാര്യങ്ങളാണ്, ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു മൊബൈലിന് അവർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു മൊബൈലിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവും. 8K സപ്പോർട്ടോട് കൂടിയ UHD വീഡിയോയും നിങ്ങൾക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പുറം ഭാഗത്തുള്ള ഡിസ്പ്ലേയിൽ വരുന്നത് 10MBയുടെയും 4MBയുടെയും ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു മൊബൈലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4.5 റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടും ഈ ഒരു മൊബൈലിൽ ലഭ്യമാണ്. ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ സൈനിങ് ഓഫ്, ബൈ ബൈ.